ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അഥവാ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് വിഭേദക അനുപാത നിയമം അഥവാ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇത് സ്ഥിരമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്? ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതായത് കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണല്ലോ, കുറച്ചു കാലത്തേക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇവിടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ ഇൻപുട്ടിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഷോർട്ട് റൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻപുട്ടിലും മാറ്റം വരുത്താൻ കഴിയില്ല. അതിനെ എന്ത് പറയുന്നു? ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നു അല്ലേ. ഒരു കുറഞ്ഞ കാലയളവിലേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻപുട്ടിനെയും പെട്ടെന്ന് മാറ്റം വരുത്താൻ സാധിക്കുമോ? ഇല്ല. ലാൻഡ്, ക്യാപിറ്റൽ, എന്റർപ്രണർ, ഇതൊക്കെ എന്താണ് പെട്ടെന്ന് മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒന്നല്ല. ഇതൊക്കെ എന്താണ് ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഇൻപുട്ടാണ് വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. എന്താണ്? ലേബറിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ഒരു ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്? ഇതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇതെന്താണ്? ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ കൂടുതൽ വേരിയബിൾ ഇൻപുട്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. മാർജിനൽ പ്രോഡക്റ്റ് അതായത് സീമാന്ത ഉൽപ്പന്നം കൂടുകയും ഒരു പർട്ടിക്കുലർ ലെവലിന് ശേഷം എന്താണ് ഈ മാർജിനൽ പ്രോഡക്റ്റ് അതായത് സീമാന്ത ഉൽപ്പന്നം നെഗറ്റീവ് ആവുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. നോക്കാം. എക്സ് വൈ ആക്സിസ് ആണ് വരുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ യൂണിറ്റ്സ് ആണ് രേഖപ്പെടുത്തുന്നത്. വൈ ആക്സിസിൽ നമ്മൾ ടി പി, എ പി, എം പി. എന്താണ് ടി പി? ടോട്ടൽ പ്രോഡക്റ്റ് അതായത് മൊത്തമുള്ള ഉൽപ്പന്നം. എ പി എന്താണ്? ആവറേജ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ശരാശരി ഉൽപ്പന്നം. എം പി ആണ് മാർജിനൽ പ്രോഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് ആണ്, അതായത് മൊത്ത ഉൽപ്പന്നമാണ്. ഇത് വളരെ പെട്ടെന്ന് വർദ്ധിക്കുകയും അതിനുശേഷം കുറഞ്ഞു വരികയും ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വരയ്ക്കുന്നതാണ് ആവറേജ് പ്രോഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇതും വർദ്ധിക്കുകയാണ്. വർദ്ധിച്ചതിന് ശേഷം വളരെ പതിയെ കുറയുകയാണ് ചെയ്യാറ്. മൂന്നാമത് നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? എം ബി അഥവാ മാർജിനൽ പ്രോഡക്റ്റ് ആണ്. അതായത് സീമാന്ത ഉൽപ്പന്നമാണ് എം ബി മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പെട്ടെന്ന് കുറയുകയും അതിനുശേഷം നെഗറ്റീവായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് പ്രധാനമായും 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയും, അതായത് വർദ്ധമാന പ്രത്യായ ഘട്ടം എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേജ് ആണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ, അതായത് അപചയ പ്രത്യായ ഘട്ടം എന്ന് പറയുന്നുണ്ട്. തേർഡ് സ്റ്റേജ് ആണ് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ അഥവാ ഋണാത്മക പ്രത്യായ ഘട്ടം എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് സ്റ്റേജ് അഥവാ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് കൂടി പോവുകയാണ് അല്ലേ. പെട്ടെന്ന് തന്നെ ഷോർട്ട് ടൈമിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്നുണ്ട് ടോട്ടൽ പ്രോഡക്റ്റ്. അതിനുശേഷം എന്താണ് ആവറേജ് പ്രോഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്തതിന് ശേഷം എന്താണ് അത് കുറയുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത് നമ്മൾ വരച്ച എന്തായിരുന്നു? മാർജിനൽ പ്രോഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നമായിരുന്നു. ഇത് വർദ്ധിക്കുകയും അതിനുശേഷം എന്താണ് കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ആവറേജ് പ്രോഡക്റ്റ് അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്നത് വരെയാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ആവറേജ് പ്രോഡക്റ്റ് അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്നത് അവിടം വരെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ആവറേജ് പ്രോഡക്റ്റ് അതിൻ്റെ മാക്സിമത്തിൽ എത്തിയതിനു ശേഷം കുറയുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് അത് നമ്മൾ നേരെ മേപ്പോട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ടി പിയിലാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു പോർഷനാണ് എന്ത് ഫസ്റ്റ് സ്റ്റേജ് അഥവാ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. ആവറേജ് പ്രോഡക്റ്റ് ആണെങ്കിലോ അതും അതിൻ്റെ മാക്സിമത്തിൽ എത്തിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. എ പി കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അടുത്ത എം പിയുടെ കാര്യം, അതായത് മാർജിനൽ പ്രോഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നം എങ്ങനെയാണ് എക്സ് ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യുന്നത്, അതായത് 0 ആവുന്നുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ് 0 ആവുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ്
ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ എന്താണ് കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ് സീറോ ആവുകയും ചെയ്യുന്നുണ്ട്. ആവറേജ് പ്രോഡക്റ്റും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ അഥവാ അപചയ പ്രത്യായ ഘട്ടം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റേജാണ് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ, അതായത് ഋണാത്മക പ്രത്യായ ഘട്ടം എന്ന് പറയുന്നത്. അവിടെ TP കുറഞ്ഞു വരുന്നുണ്ട്, അതുപോലെ ആവറേജ് പ്രോഡക്റ്റും കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ് സീറോയും കടന്ന് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ എന്താണ് TP കുറയുകയാണ്, അതുപോലെ തന്നെ മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. AP എന്താണ് തുടർച്ചയായി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം AP അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്നത് എവിടെയായിരുന്നു? ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. സെക്കൻഡ് സ്റ്റേജിന് ശേഷം എന്താണ് AP കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ് ആണെങ്കിൽ വർദ്ധിച്ചു, അതിനുശേഷം കുറഞ്ഞു വരികയാണ്. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും എന്താണ് മാർജിനൽ പ്രോഡക്റ്റ് സീറോ ആവുന്നതും കണ്ടു. തേർഡ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്? ഇതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇവിടെ നമ്മൾ കൂടുതൽ വേരിയബിൾ ഇൻപുട്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. മാർജിനൽ പ്രോഡക്റ്റ് അതായത് സീമാന്ത ഉൽപ്പന്നം കൂടുകയും ഒരു പർട്ടിക്കുലർ ലെവലിന് ശേഷം എന്താണ് ഈ മാർജിനൽ പ്രോഡക്റ്റ് അതായത് സീമാന്ത ഉൽപ്പന്നം നെഗറ്റീവ് ആവുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്.